ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:45 അപ്പോൾ എല്ലാവരും പള്ളിക്ക് പോയി. ഇപ്പോൾ ഞാനും താത്തിയും ഉമ്മ പോയിട്ടുണ്ടെന്ന് പറയാൻ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതിലപ്പോൾ താഴത്തേക്ക് പോകണം. ഇപ്പോൾ എണീച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല മഴയാണ് പുറത്ത് കാണാൻ. കാണിച്ചു തരാം, നല്ല മഴ പറഞ്ഞു, നല്ല മഴ. മൈലാഞ്ചൊക്കെ ഉണ്ട് പെരുന്നാളായിട്ട്. അയ്യോ, എനിവേ എല്ലാവർക്കും ഈദ് മുബാറക് പറയാൻ മറന്നുപോയി. അപ്പോൾ ചിലപ്പം പെരുന്നാൾ ദിവസം ആവില്ലത് അപ്ലോഡ് ചെയ്യുക, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാകും. അപ്പോൾ എത്രത്തോളം ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് പണികളുണ്ട്, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ചില്ലി ആയിട്ട് ബീഫ് കിട്ടുമല്ലോ, അപ്പോൾ ബീഫ് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുണ്ടോ, ഇതാണ് രാവിലെ തന്നെയുള്ള അവസ്ഥ. അടിപൊളിയാണ്. മഴയൊക്കെ പെയ്തിട്ട് മഴ പെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടോ? നല്ലതാണോ? മഴ ചാറുന്നുണ്ട്, ചാറല്ല പെയ്യണുണ്ട്. കുറച്ച് നേരമായി ഇവിടെ വന്ന് അന്തം പൊട്ടിയിരിക്കണു. ഉമ്മ പോയിട്ടില്ല, ആൻറ്റി പോയിട്ടുണ്ട്. കുട്ടികൾ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഉള്ളിൽ പോയിട്ടില്ല. നേരെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനായി നീച്ചിക്കടു. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ രാത്രി തന്നെ കൊടുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെയാണ് ഇതൊക്കെ എടുത്ത് വെച്ചത്. അപ്പം ഞാനും താത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് നമുക്ക് അവിടെ ഉള്ളി അരിയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഉള്ളി തൊലിക്കേണ്ടതും ചതക്കേണ്ടതൊക്കെ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തൊലിക്കലൊക്കെ. അതുകൊണ്ട് അത് വല്ലാതെ പണികളുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിയാൻ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. കയ്യിൽ കണ്ടോ ഫോട്ടോസ് എടുത്തെടുത്തു കാക്കാൻ്റെയും അഞ്ജുവിൻ്റെയും ഒക്കെ. പിന്നെ ബാക്കിയുള്ള വരുവന്നല വെട്ടിയത് കണ്ടോ, സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഓൾക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കണുണ്ടപ്പോൾ ഓൾക്കും ഫോട്ടോ എടുക്കണം പറഞ്ഞു വാശി പിടിച്ചിട്ട് ഓൾക്ക് ഫോട്ടോ എടുക്കുക. അതുപോലെ മുടി ഞാൻ കെട്ടിക്കൊടുക്കുക. ഇതാണ് ഓളെ ഡ്രസ്സ്. ഞാൻ നേരെ പുറത്തുനിന്ന് കാണിച്ചു തരാം. പാൻറ്റ് ഡ്രസ്സ് കണ്ടോ, ഞാൻ പുറത്തുനിന്ന് പരിപാടിയാണ്. ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കൊളയിക്കണം. ഇവിടെ കണ്ടോ നായ്ക്കൾ, മഴ പെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. അങ്ങോട്ട് ഇരിക്കാഫ, ആ തലക്കത്തേക്ക് ഇരിക്കുക. ഇതാണ് മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം. ആണ് ഇവിടെയൊക്കെ ആകെ സ്വീപ്പാണ്. ഇവിടെ കടിച്ചു വരെ തുറക്കണം. അടുത്ത ഡ്രസ്സിൽ വന്നിട്ടുണ്ട്, വേറെ ഡ്രസ്സ് ഇട്ടിട്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഉഷാറായിരുന്നു. ഒരു ഫോട്ടോ കഴിഞ്ഞപ്പോൾ അടുത്ത കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട് രണ്ടാളും. അപ്പത്തിന് എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം നൂൽപ്പുട്ട രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണിൻ്റെ കുറച്ച് മസാല എടുത്ത് അത് നന്നായിട്ട് കഴിച്ചു. റൈസ്ബൽ എന്തിനാ കാര്യണമെന്ന് ചോദിച്ചു നോക്കാണ്. എന്തിനാ കാര്യനായ പറഞ്ഞെടുത്ത് എവിടേക്കോ പോവുക, ഡ്രസ്സ് മാറ്റിയിട്ട് പോവുക ഭർത്ത കാര്യമാണ്. എന്തിനാ അറിയില്ല. എവിടേക്കാ പോകണ്ടോ? എന്തിനാ അറിയണേ? എവിടേക്ക്? കുഞ്ഞാളയമ്മാൻ്റെ അടുത്തേക്ക് പോവുക ഭർത്ത അറിയണേ. കണ്ടോ എവിടേക്കാ പോണ്ട്? ഇതിൽ പറപ്പോ. അടുക്കളത്തെ പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടിച്ചു വാരി തുടക്കാനാണ് നിന്നത്. കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട്. ഡ്രസ്സ് ഞാൻ ഒരു നൈറ്റ് ഡ്രസ് ടൈപ്പാണ്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇവിടെ ആകെ കോലം കെട്ടിട്ട് അടക്കണ കണ്ടോ. ഞാനൊരു നൈറ്റ് ഡ്രസ് ടൈപ്പാണ് ഇട്ടിട്ട് ഞാൻ നേരെ കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ നൈറ്റ് ഡ്രസ്സ്. പെരുന്നാളായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് എടുത്ത് തലയിൽ എണ്ണയൊക്കെ. ഇതാണ് പുതിയ ഡ്രസ്സ് വരുന്നത്. നേരെ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, ഇങ്ങനെയാണ് ഡ്രസ്സ് വരുന്നത്. ഇതിൽ ജസ്റ്റ് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, അവിടെ കയറി. ഞാൻ ഫോണൊന്ന് ഇട്ട് നോക്കി അതൊക്കെ ഉള്ളുണ്ടോയെന്ന്. അതിൽ ചെറുതായിട്ട് കയറി. പക്ഷെ ഓക്കെയാണ്, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ലൈറ്റ് ആയിട്ട് നല്ല കംഫർട്ട് ഉണ്ട്. അതല്ലേ കുറച്ചൊന്നും ഒരുങ്ങി ഞാനായിരുന്നു. കുറച്ചല്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ട് കൊടുത്തിട്ടൊന്ന് റെഡി ആകാമെന്നായിരുന്നു. ഇതുവരെ അജും കാക്കൊന്നും വന്നിട്ടില്ല, അറിവിന് പോയിട്ടു. ഒരു വാലിട്ട് കൊടുക്കാം. എനിക്ക് ഫോണിലൊക്കെ ഇട്ട് കൊടുത്താൽ റെഡി ആവില്ല, ഞാൻ കണ്ണാടിയിലൊക്കെ ഇട്ടെ. അങ്ങനെ ഞാൻ 2 സൈഡും കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഓക്കെ ആയി. ലിപ്സ്റ്റിക്കൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ലിപ് ബാം ഇട്ടിട്ടുണ്ടായത് മതി. തുള്ളി ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു. ഒരു ഡൾനെസ് ഫീൽ ചെയ്തപ്പോൾ ഇനി നമുക്ക് താഴേക്ക് പോകാം. അജും കാക്കി വന്നിക്കണു, പോയി നോക്കട്ടെ.
ഗായ്സ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണ്. നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് കൊടുന്നതിന് ശേഷം ഞാനൊരു കൊണ്ടാട്ടം മോഡൽ ഉണ്ടാക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി ഒരു 5-6 മണിയായപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ കല്യാണത്തിനിട്ട ഡ്രസ്സ് തന്നെയാണ്, അത് തന്നെയാണ് പെരുന്നാൾ ഡ്രസ്സും. അപ്പോൾ രണ്ടിനും പാടായിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ അജുവിനെ കടന്ന് വെറുപ്പിക്കുകയാണ്. കാരണം അജുവിന് ചില സമയത്ത് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. മൂഡ് സ്വിങ്സ് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, ആണുങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിൽ മിൽക്ക് കുടിക്കാനാണ് പോയത്. എന്താ അറിയില്ല, ഉറങ്ങി നീച്ചപ്പോൾ അവിൽ മിൽക്ക് ഇങ്ങനെ കുടിക്കാൻ നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബൈ.